സ്കോർപിയോ തന്റെ മുടിയിൽ കെട്ടിവലിച്ച മിസ്റ്റർ ജാഫർ ഖാന്റെ മുഖം നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. അതുപോലെ ഞങ്ങൾ മറ്റൊരു ഷോ അവതരിപ്പിച്ചിരുന്നു. സ്വന്തം ശരീരത്തിൽ കൂടി 10-50 ബൈക്കുകൾ കയറ്റിയിറക്കി നമ്മളെ എല്ലാവരെയും അമ്പരിപ്പിച്ച മിസ്റ്റർ മുരളി. ടുഡേ ആസ് എ സ്പെഷ്യൽ ക്രൈറ്റീരിയൻ വി ഹാവ് മുരളി മാസ്റ്റർ വിത്ത് us. ഇന്ന് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് സ്വന്തം ശരീരത്തിൽ കൂടി ഏകദേശം 2 ടണ്ണോളം വെയിറ്റ് വരുന്ന ഒരു അംബാസിഡർ കാർ കയറ്റിയിറക്കുകയാണ് ചെയ്യുന്നത്. So do come back after watching this horrifying show. മുരളി ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന സാഹസ്യ പ്രകടനം അദ്ദേഹത്തിന്റെ നെഞ്ചിലൂടെ ഒരു അംബാസഡർ കാർ കയറ്റി ഇറക്കുന്ന ഒരു സാഹസ്യ പ്രകടനമാണ്. ഇന്ത്യയിൽ തന്നെ ഒരു മനുഷ്യർ പോലും ഇന്നേ വരെ ചെയ്യാത്ത ഒരു അത്യപൂർവമായ ഒരു സാഹസിക പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ സാഹസിക പ്രവൃത്തിയുടെ വിശദാംശങ്ങൾ ചോദിച്ചറിയുവാനും അല്ലെങ്കിൽ അതിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് തലശ്ശേരി ഡിവൈഎസ്പി മിസ്റ്റർ KP ഫിലിപ്പ് നമ്മോടൊപ്പം ഉണ്ട്. മിസ്റ്റർ KP ഫിലിപ്പ് സാർ, മീറ്റ് മിസ്റ്റർ മുരളി. ഇദ്ദേഹമാണ് ഇന്ന് ഞങ്ങളുടെ സാഹസിക ലോകത്തിൽ ഞങ്ങളുടെ അതിയായിട്ട് എത്തുന്നത്. അംബാസഡർ കാർ കയറ്റാൻ വേണ്ടി പ്രത്യേക പരിശീലനം എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? സ്വയം ആർജിച്ചതാണ് ഈ കഴിവ്. അംബാസഡർ കാർ കയറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പരിശീലനമില്ല, പക്ഷേ കരാത്തിലൂടെ ലഭിക്കുന്ന പരിശീലനം. കാരണം പ്രധാനമായിട്ടും ശ്വാസോച്ഛ്വാസ ക്രമങ്ങളും ബ്രീത്തിങ് സിസ്റ്റത്തിലൂടെ ചെയ്യുന്ന ഒരു ഈവന്റാണിത്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു. താങ്കളുടെ ശിഷ്യന്മാരെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇത് ചെയ്യാറുണ്ടോ? ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ടോ? ശിഷ്യന്മാരെ ഒക്കെ തന്നെ ഇത്യാദി അപകടം പിടിച്ച പരിപാടിയിലോട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളെ പേരൻസ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. പക്ഷെ മറിച്ച് എന്തെങ്കിലും കാരണവശാൽ അപകടം പെടുന്നാലോ, അതുകൊണ്ട് അത്തരം റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാത്തത് കൊണ്ട് തന്നെ കുട്ടികളെ ആരും ഇത്യാദി കാര്യങ്ങൾ അപകടം പിടിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറില്ല. അപകടം പറഞ്ഞ പ്രവൃത്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സർ, കുറച്ച് റിസ്ക് ഉണ്ട് ഇതിൽ. കാരണം എന്തെങ്കിലും കാരണവശാൽ ശ്വാസം ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപകടം സംഭവിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാനുള്ള നല്ല ചെയ്യട്ടെ, വിജയം ഭരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. താങ്ക് യു സർ.